ഏവർക്കും സ്വാഗതം, നമസ്കാരം, വെൽക്കം, വണക്കം. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഇളയ സഹോദരിയുടെ നിർബന്ധം കൊണ്ടാണ്. സഹോദരിമാരെ അനുസരിക്കുക എന്നത് ഞാൻ അതിൽ കൂടെ വലിയ സന്തോഷം അനുഭവിക്കുന്ന വ്യക്തിയാണ്. അല്ലെങ്കിൽ സഹോദരിമാരെ അനുസരിക്കുക എന്നത് എനിക്ക് സന്തോഷത്തിൻ്റെ ഒരു അനുഭവമാണ്. മാത്രവുമല്ല, എല്ലാവരെയും കഴിയുന്നിടത്തോളം അനുസരിക്കുക. പിന്നെ ഭാര്യ, മക്കൾ, ഇവരുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അനുസരണം സന്തോഷത്തിൻ്റെ അനുഭവമാണ് എന്നതാണ് എൻ്റെ ഇതുവരെയുള്ള അനുഭവം, അറിവ്, സങ്കല്പം. അതുകൊണ്ട് എൻ്റെ ഇളയ സഹോദരി, പേര് ഷീല എന്നാണ്, ഷീല, വളരെ നിർബന്ധപൂർവം എന്നോട് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് സക്രമെന്റ് എന്നാൽ എന്ത് എന്നതിനെപ്പറ്റി ഈ വീഡിയോ, ഒരു പക്ഷേ 2 വീഡിയോകൾ ചെയ്യുവാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ആദ്യമായി സക്രമെന്റ് എന്നാൽ എന്താണ്? ഒരു കർമ്മം അല്ലെങ്കിൽ ഒരു ആരാധനാക്രമം ആവർത്തിക്കുന്നത് കൊണ്ട് അത് ആകുമോ? അത് കുർബാനയാകുമോ? അല്ലെങ്കിൽ ദിവ്യബലിയാകുമോ? ഇതെൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവീനെന്ന് യേശു പറഞ്ഞു. അതുകൊണ്ട് യേശുവിൻ്റെ ഓർമ്മയ്ക്കായി ഞങ്ങൾ അപ്പവും വീഞ്ഞും പുരോഹിതന്മാരുടെ അനുഗ്രഹത്തിൻ്റെ ആ തണലിൽ ജനങ്ങൾക്ക് വിഭജിച്ചു കൊടുത്തു. അത് സക്രമെന്താകുമോ? ഇത് ഒരു പക്ഷേ നാം ഒരിക്കലും ഉന്നയിക്കാത്ത ഒരു ചോദ്യമാണ്. എന്നാൽ ഉന്നയിക്കപ്പെടേണ്ട സുപ്രധാനമായ ഒരു ചോദ്യമാണ്. ഇത് യേശുവിൻ്റെ ശരീരവും രക്തവുമാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ചില പദാർത്ഥങ്ങൾ പുരോഹിതർ നമുക്ക് നൽകുമ്പോൾ അത് ഏത് മാനദണ്ഡം വെച്ചിട്ടാണ്, ഏത് യുക്തിയിലാണ്, ഏത് അടിസ്ഥാനത്തിലാണ് എന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി തിട്ടപ്പെടുത്തേണ്ട ഒരു കടമ നമുക്കുണ്ട്. അത് വിശദീകരിച്ച് നൽകിയിട്ട് വേണം, ജനങ്ങളെ ബോധിപ്പിച്ചിട്ട് വേണം വാസ്തവത്തിൽ പുരോഹിതർ ഈ കർമ്മം നിർവഹിക്കേണ്ടത്. എന്നാൽ അതിന് ഒരു സഭയിലും പുരോഹിതർ കൂട്ടാക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആ ചുമതല വിശ്വാസത്തിൽ ഈ ദിവ്യ ദാനങ്ങളെ സ്വീകരിക്കുന്ന, അത് അനുഭവം ആക്കുന്ന, അതല്ലെങ്കിൽ അനുഭവിക്കുന്ന ആളുകൾ ചോദിക്കേണ്ടതാണ്. എന്നാൽ അത് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയും അതിൻ്റെ അർത്ഥം കണ്ടെത്തക്ക വിധത്തിൽ ചില ചിന്തകൾ പങ്കിടുകയും ചെയ്യുക ഉചിതമാണ് എന്ന് എൻ്റെ ഇളയ സഹോദരി നിർബന്ധപൂർവം എന്നോട് അറിയിച്ചത് കൊണ്ടാണ് ഞാൻ വീണ്ടും അത് ആവർത്തിക്കുകയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കുന്നതിന് ആമുഖമായൊരു ആശയം അവതരിപ്പിക്കേണ്ടതുണ്ട്. ആ ആശയം എന്തിനോട് ബന്ധപ്പെട്ടതാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ആശയം അവതരിപ്പിക്കാൻ പോവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ യേശു തൻ്റെ അന്ത്യ അത്താഴത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത്താഴം പുരോഗമിക്കവേ എഴുന്നേറ്റ് തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകിയ ശേഷം, ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്ന ഈ ശുശ്രൂഷ എന്ത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുവോ എന്ന ചോദ്യം വളരെ മനഃപൂർവ്വം ചോദിച്ചത് നമുക്ക് വ്യക്തമായി അറിവുള്ളതാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, യേശു തൻ്റെ ശിഷ്യന്മാരുമായി ആചരിച്ച അന്ത്യ അത്താഴം, അതിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ എന്തുകൊണ്ട് ശിഷ്യന്മാരുടെ കാല് കഴുകി എന്നത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അല്ലെങ്കിൽ യേശു ചെയ്ത ആ ഒരു കർമ്മം അർത്ഥശൂന്യമാണ്, അത് ഒഴിവാക്കേണ്ടതായിരുന്നു. നിങ്ങൾ അല്പമൊന്ന്
മനസ്സിൽ ഇത് വിഭാവന ചെയ്താൽ ഞാൻ പറയുന്ന കാര്യം ശരിയാണെന്ന് മനസ്സിലാകും. നിങ്ങളെ ആരെങ്കിലും ഒരു വിരുന്നിന് ക്ഷണിച്ചിട്ട് നിങ്ങൾ നന്നായി ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അതിനെ ഏതാണ്ട് അലങ്കോലപ്പെടുന്ന വിധത്തിൽ നിങ്ങളുടെ ഹോസ്റ്റ് എഴുന്നേറ്റ്, നിങ്ങൾക്ക് വിരുന്ന് നൽകുന്ന ആൾ എഴുന്നേറ്റ് അവിടെ ഇരിക്കുന്ന 10 പേരുടെ കാല് കഴുകാൻ തുടങ്ങിയാൽ നിങ്ങൾക്കത് സന്തോഷമായിട്ട് തോന്നുമോ, അരോചകമായിട്ട് തോന്നുമോ? അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം അതിൻ്റെ അവിഭാജ്യ ഘടകമാണ് എന്ന് യേശു തീരുമാനിക്കണമെങ്കിൽ അതിൽ പ്രത്യേകമായൊരു ഉദ്ദേശമുണ്ടായിരിക്കണമെന്നത് സാമാന്യ ബുദ്ധിയാണ്. ആത്മീയ ജീവിതത്തിൽ സാമാന്യ ബുദ്ധി ഉപയോഗിക്കുന്നത് അസ്ഥാനത്തല്ല എന്ന് ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഞാനിത് വളരെ കാര്യക്ഷമമായി അന്വേഷിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് യേശു എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നാം മനസ്സിലാക്കുക. ഇനി നമുക്ക് മുൻപോട്ട് അന്വേഷിക്കാൻ സാധിക്കും. യേശു തൻ്റെ അന്ത്യ അത്താഴം ആചരിക്കുന്നത് തൻ്റെ ശിഷ്യന്മാരോട് കൂടെയാണ്. പുരോഹിതന്മാർ യേശുവിൻ്റെ അന്ത്യ അത്താഴത്തിൻ്റെ ഓർമ്മയ്ക്കെന്നോണം ഇത് ആചരിക്കുന്നത് ശിഷ്യന്മാരോട് കൂടെയല്ല, അവരുടെ ആടുകളോട് കൂടെയാണ്. ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആട്ടിടയനും ബാക്കിയുള്ളവരെല്ലാം ആടുകളുമാണ്. ഇതൊരു വലിയ ഭീകരമായ വ്യത്യാസമാണ്. യേശു ആചരിച്ച അന്ത്യ അത്താഴവും ഇപ്പോൾ പുരോഹിതരുടെ മേൽക്കോയ്മയിൽ നടത്തപ്പെടുന്ന ആചാരവും തമ്മിലുള്ള വലിയ ഒരു വ്യത്യാസം. യേശു ഇത് ആചരിച്ചത് തൻ്റെ ശിഷ്യന്മാരോട് കൂടെയാണെങ്കിൽ ഇപ്പോൾ പുരോഹിതർ ഇത് ആചരിക്കുന്നത് അവരുടെ ആടുകളോട് കൂടെയാണ്. ഈ വ്യത്യാസം എത്ര വലിപ്പമേറിയതാണ്, ആഴമേറിയതാണ്, ശ്രദ്ധേയമാണ് എന്ന് വേണ്ടതുപോലെ പറഞ്ഞറിയിക്കുവാൻ എനിക്ക് ഭാഷാശക്തി ഇല്ലാത്തതിൽ ഞാൻ ദുഃഖിക്കുന്നു, ഞാൻ മാപ്പപേക്ഷിക്കുന്നു. അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നൊരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് യേശു തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ആചരിച്ച ഈ അന്ത്യ അത്താഴം, ആരാണ് ശിഷ്യന്മാർ? അവരെ തിരഞ്ഞെടുത്ത ശേഷം 3 അല്ലെങ്കിൽ 3.5 വർഷം കൂടെ കൊണ്ടു നടന്ന് ആത്മീകമായ ഏറ്റവും മനോഹരമായ പരിശീലനം നൽകി അവരുടെ കാഴ്ചപ്പാടിൽ, അവരുടെ സങ്കല്പങ്ങളിൽ, അവർ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്ന വിധങ്ങളിൽ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ വരുത്തുവാൻ തക്കമായതായ എല്ലാ പരിശീലനവും കൊടുത്ത ശേഷം അവർ ഏതാണ്ട് ഒരു വലിയ പരിധി വരെ ആത്മീയ വളർച്ച പ്രാപിച്ച ശേഷം മാത്രമാണ് യേശു ഇത് ആചരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇത് നാം എപ്പോഴും യേശുവിൻ്റെ അന്ത്യ അത്താഴം, അന്ത്യ അത്താഴം, അന്ത്യ അത്താഴം എന്ന് മാത്രം പറഞ്ഞ് ഇതിനെ മനസ്സിലാക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ശ്രദ്ധ അന്ത്യത്തിൽ നിൽക്കുകയാണ്. ശിഷ്യന്മാരുടെ അവസ്ഥയെപ്പറ്റി ആരും ചിന്തിക്കുന്നില്ല എന്നത് ഒരു വലിയ സങ്കടവും വലിയ ഒരു തമാശയും കൂടെയാണ് എന്ന് പറയേണ്ടി വരും. യഥാർത്ഥത്തിൽ നാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് ശിഷ്യന്മാരുടെ അവസ്ഥയാണ്. അവർ അപ്രകാരം 3.5 വർഷം യേശുവിനോട് കൂടെ നടന്ന് പരിശീലനം പ്രാപിച്ച് അവർ ആത്മീയമായി ഒരു പരിധി വരെ ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്രകാരമുള്ള ഒരു വിരുന്ന് അന്ത്യ അത്താഴമായി അവരുമായി ആചരിക്കുന്നതിൽ യാതൊരു പ്രത്യേകതയും ഉണ്ടാകുകയില്ല. നമ്മളൊരു ആഹാരം കഴിക്കുന്നതിനപ്പുറത്ത് ഇതിന് മറ്റൊരു അർത്ഥമോ വ്യാപ്തിയോ ഉണ്ടാകുകയില്ല. അതിൻ്റെ ഒന്നാമത്തെ. രണ്ടാമത്തെ ഭാഗമാണ്, അതും പോരാഞ്ഞിട്ടാണ് യേശു അവരുടെ കാല് കഴുകുന്നത്. ഇത് രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു വലിയ തത്വമുണ്ട്. ആ തത്വം മനസ്സിലാകുന്നതിന് ഞാൻ ചില ഉദാഹരണങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കാൻ പോവുകയാണ്. കാരണം ഉദാഹരണങ്ങൾ കൂടെ മാത്രമേ ഇത് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. എൻ്റെ ഇളയ മകൾ ഒരു 3, 4, 5 വയസ്സുള്ള കാലഘട്ടത്തിൽ ഞങ്ങളുടെ വീട്ടിൽ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാൽ അവൾ ആ ഫ്രൈഡ് റൈസിൽ നിന്ന് ചിക്കൻ കഷ്ണങ്ങൾ മാത്രം പെറുക്കി തിന്നും. കാരണം അവളെ സംബന്ധിച്ചിടത്തോളം ചിക്കൻ ഫ്രൈഡ് റൈസിൽ അവൾക്ക് താല്പര്യമുള്ളത് ചിക്കൻ കഷ്ണങ്ങൾ മാത്രമാണ്.
അപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിലുള്ള ധാരണ ബാക്കിയെല്ലാം കളഞ്ഞിട്ട് അവിടെയും ഇവിടെയും ചിതറിക്കിടക്കുന്ന ഈ ചിക്കൻ കഷ്ണങ്ങൾ മാത്രമാണ്. ഇതൊരു ഉദാഹരണമാണ്. ഈ ഉദാഹരണത്തിൻ്റെ പൊരുൾ ഞാൻ അല്പം കഴിഞ്ഞ് പറയാം. ഇനി വേറൊരു ഉദാഹരണം നാം പരിശോധിച്ചാൽ, ഒരു പ്രകൃതിയിലെ ഒരു വസ്തു അവിടെ കിടക്കുന്നു. ആ വസ്തുവിനെപ്പറ്റി നമുക്ക് നമ്മുടെ ഉള്ളിൽ യാതൊരു സങ്കല്പവുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കും. നമ്മളിത് മുമ്പ് കണ്ടിട്ടില്ല. എന്നാൽ അതവിടെ കിടന്നാൽ അതിനെപ്പറ്റി നമുക്ക് യാതൊരു വിധത്തിലും ശ്രദ്ധിക്കാനോ ഗൗനിക്കുവാനോ ഉള്ള കാര്യമില്ല. കാരണം ഇതിനെപ്പറ്റി ഒരു ധാരണയും നമ്മുടെ ഉള്ളിലില്ല. നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ധാരണകളനുസരിച്ചാണ് നാം നമുക്ക് ബാഹ്യമായ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന എന്തിനോടും നാം ബന്ധം പുലർത്തുന്നതും അതിൻ്റെ അർത്ഥവും സാധ്യതയും നാം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അവിടെ ഒരു പുഷ്പം നിൽക്കുന്നു, അല്ലെങ്കിൽ അവിടെ ചെടിയിൽ ഒരു പുതിയ ഇല വന്ന് നിൽക്കുന്നു. അത് 10 പേർ കാണുമ്പോൾ 10 വിധത്തിലാണ്. ചിലത് കണ്ടില്ല എന്നിരിക്കും. എൻ്റെ മുറ്റത്ത് ഒരു മാവിൻ്റെ തൈ നിൽപ്പുണ്ട്. അതിൽ പുതിയ ഇലകൾ വരുന്നത് ഇവിടെ പത്രം രാവിലെ കൊണ്ട് തരാൻ എല്ലാ രാവിലെയും ഇവിടെ എത്തുന്ന മനുഷ്യനതൊരിക്കലും കാണുകയില്ല. കാണാൻ കണ്ണില്ലാഞ്ഞിട്ടല്ല, അവൻ്റെ ഉള്ളിൽ അതിന് സ്ഥാനമില്ലാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇവിടെ വീട്ടിൽ സഹായിക്കാൻ വരുന്ന ഒരു വ്യക്തിയുണ്ട്. എൻ്റെ മേശപ്പുറത്ത് പുസ്തകങ്ങളിരിപ്പുണ്ട്. എൻ്റെ മുറി വന്ന് ശുചിയാക്കിയ ശേഷം തൂത്ത് തുടച്ച ശേഷം വെളിയിൽ പോകും. എൻ്റെ മേശപ്പുറത്തിരിക്കുന്ന പുസ്തകവും ആ വ്യക്തിയുമായി യാതൊരു ബന്ധവുമില്ല. കാരണം ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെ പറ്റിയുള്ള ഒരു ബോധമോ താല്പര്യമോ ഉള്ളിലില്ലാത്തത് കൊണ്ടാണ്. ഞാൻ ആ വ്യക്തിയുടെ മാഹാത്മ്യത്തെ തുച്ഛീകരിക്കാൻ ശ്രമിക്കുകയല്ല, ഒരു പ്രാവർത്തികമായ മർമ്മം പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്ന പൊതുവായ മർമ്മം എന്താണ്? നമ്മുടെ ഉള്ളിൽ എന്ത് സ്ഥിതി ചെയ്യുന്നു അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ബാഹ്യമായി സ്ഥിതി ചെയ്യുന്ന കാര്യങ്ങളെ നാം തിരിച്ചറിയുകയോ അതിൻ്റെ അർത്ഥമോ സാധ്യതയോ നാം മനസ്സിലാക്കുകയോ ചെയ്യുകയുള്ളൂ. അത് കുറച്ചുകൂടെ മനസ്സിലാക്കുന്നതിന് സുവിശേഷത്തിൽ നിന്ന് യേശുവിൻ്റെ ഒരു ഉപമ ഒന്ന് ഹ്രസ്വമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. മറഞ്ഞിരിക്കുന്ന നിധിയുടെ ഉപമ. ഞാൻ വിചാരിക്കുന്നത് ഇതിനു മുൻപ് പലരും അവിടെ പണി ചെയ്തതാണ്. എന്നാൽ ഈ മറഞ്ഞിരിക്കുന്ന നിധി കണ്ടുമുട്ടിയ മനുഷ്യന് മുൻപ് 10 പേര്, 50 പേര്, 100 പേരോട് പണി ചെയ്തു. അവർക്കാർക്കും തന്നെ അവിടെ സ്ഥിതി ചെയ്യുന്ന കാര്യം ഒരു നിധിയാണ് എന്ന് തിരിച്ചറിയുവാനുള്ള ആന്തരികമായ അവസ്ഥയില്ലായിരുന്നു. ആന്തരികമായ അവസ്ഥ. ആ വ്യക്തി അവിടെ വലിയൊരു നിധിയുണ്ട്, അത് നിധിയാണ് എന്ന് കണ്ടുപിടിക്കാൻ കാര്യം അവൻ്റെ ഉള്ളിൽ അപ്രകാരമുള്ള അതിന് സഹായിക്കുന്ന, അതിന് ഉതകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു എന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നിധി എന്ന് പറയുന്നത് ആ പറമ്പിൽ മറഞ്ഞിരിക്കുന്ന കാര്യമല്ല. യഥാർത്ഥത്തിൽ നിധി നിങ്ങളുടെ ഉള്ളിലാണ്. ഉള്ളിലുള്ള നിധി ഉണ്ടെങ്കിൽ മാത്രമേ വെളിയിലിരിക്കുന്ന നിധി തിരിച്ചറിയാൻ സാധ്യമാകുകയുള്ളൂ. ഇപ്പോൾ ഒരു പുസ്തകം, ഈ പുസ്തകം ഒരു കടയിലിരുന്ന് ഐസ്ക്രീം വിറ്റുകൊണ്ടിരിക്കുന്ന ഒരാളിനെ ഞാൻ കാണിച്ചാൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ ദേഷ്യം വന്നു വന്നിരിക്കും. എന്നാൽ ആശയങ്ങളോട് താല്പര്യമുള്ള, ഇപ്പം എന്നെ കേൾക്കുന്ന നിങ്ങളെപ്പോലെയുള്ള ആരെങ്കിലും കാണിച്ചാൽ നിങ്ങൾക്കത് വായിച്ചൊന്ന് തുറന്ന് നോക്കാനെങ്കിലും തോന്നും. കാരണം അത് നിങ്ങളുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയുടെ വ്യത്യാസമാണ്. മറ്റേ സഹോദരന് അല്ലെങ്കിൽ സുഹൃത്തിന് അവൻ്റെ ഉള്ളിൽ അതിന് തക്കതായ ഒന്നുമില്ല എന്നതുകൊണ്ടാണ്. അത് സങ്കടമാണ്, പക്ഷേ അത് യാഥാർത്ഥ്യമാണ്. ഇത് നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ സക്രമെൻ്റ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ. യേശു സക്രമെൻ്റ് അല്ലെങ്കിൽ ഈ അന്ത്യ അത്താഴം ആചരിക്കുന്നത്
തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അന്തിമഘട്ടത്തിലാണ്. തൻ്റെ ശിഷ്യന്മാരുമായിട്ടാണ്, അത് അന്തിമഘട്ടത്തിലാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ 3-3.5 വർഷം അവരെ വേണ്ടതുപോലെ പരിശീലിപ്പിച്ചു. പരിശീലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ ചില അവസ്ഥകൾ നിരന്തരം സൃഷ്ടിച്ചു. പലവിധമായ അനുഭവങ്ങളിൽ കൂടെ അവരെ കടത്തിവിട്ടിട്ട് അവരുടെ ഉള്ളിൽ അനുദിനം ചില പ്രത്യേകതയുള്ള അവസ്ഥകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി യേശു പ്രത്യേകം കരുതി. ഉദാഹരണം പറഞ്ഞാൽ, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പുരുഷാരത്തിൻ്റെ വിശപ്പടക്കുന്നതിന് വേണ്ടി യേശു ഫിലിപ്പിനോട് പറയുന്നു, അവർക്ക് ആഹാരം കൊടുക്കണം എന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത്ര വലിയ പുരുഷാരത്തിന് ആഹാരം കൊടുക്കുന്നത്? അപ്പോൾ ഒരു പ്രത്യേകമായ അവസ്ഥ അവൻ്റെ ഉള്ളിൽ ജനിപ്പിക്കുകയാണ്. അതിൽ കൂടെ, ആ സംഭവത്തിൽ കൂടെ ആ 12 ശിഷ്യന്മാരിലും അന്ന് വരെ ഇല്ലാതിരുന്ന ഒരു പ്രത്യേകമായ അവസ്ഥ യേശു സൃഷ്ടിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശു കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശാന്തമാക്കുന്ന അവസ്ഥ, ആ അനുഭവത്തിൽ കൂടെ തൻ്റെ ശിഷ്യന്മാരെ കടത്തി വിട്ടിട്ട് അന്ന് വരെ അവരുടെ മനസ്സിൽ, അവരുടെ ഉള്ളിൽ ഇല്ലാതിരുന്ന ഒരു പ്രത്യേകമായ അവസ്ഥ, ഒരനുഭവം സൃഷ്ടിക്കുകയാണ്. അങ്ങനെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ സംഭവങ്ങൾ നിങ്ങൾ നോക്കിയാൽ അതിൽ മറ്റ് ചില പല വ്യക്തികൾക്ക് പ്രയോജനമെന്ന് മാത്രമല്ല, ഓരോ സംഭവത്തിൽ കൂടെയും തൻ്റെ ശിഷ്യന്മാരുടെ ഉള്ളിൽ പ്രത്യേകമായ അവസ്ഥകൾ ജനിപ്പിക്കത്തക്ക വിധത്തിലാണ് യേശു ഈ പരസ്യ ശുശ്രൂഷ ആദ്യം മുതൽ അവസാനം വരെ വിഭാവന ചെയ്തത്, നിർവഹിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സംഭവങ്ങളുടെ, അനുഭവങ്ങളുടെ ആകെത്തുക യേശു തൻ്റെ ശിഷ്യന്മാരുമായി ആചരിക്കുന്ന അന്തിമ അത്താഴത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന വിധം പറഞ്ഞാൽ, യേശു ഈ അന്ത്യ അത്താഴം ലാസ്റ്റ് സപ്പർ തൻ്റെ ശിഷ്യന്മാരുമായി ആചരിക്കുമ്പോൾ അവിടെ 2 തരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ട്. ആ സദ്യയുടെ യഥാർത്ഥ അർത്ഥം മനസ്സിലാകണമെങ്കിൽ 2 വ്യത്യസ്തമായ വിഭവങ്ങളുടെ സമ്മേളനമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഇന്ന് വരെയും ആരും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. എന്താണ് ഈ 2 വിഭവങ്ങൾ? ഒന്ന് അപ്പവും വീഞ്ഞും അവിടെ ഉണ്ടായിരുന്നു. അപ്പത്തിനും വീഞ്ഞിനും അതീതമായി കഴിക്കാൻ കൊള്ളാവുന്ന മറ്റെന്ത് പദാർത്ഥമുണ്ട് നമുക്കറിയില്ല, അതിനെപ്പറ്റി പരാമർശമില്ലാത്തത് കൊണ്ട് മറ്റ് കാണാം, കണ്ടില്ല എന്നിരിക്കാം, ഉണ്ടായിരിക്കാം, അത് നമ്മുടെ പ്രശ്നമല്ല. എന്നാൽ അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നതാണ് അവിടെ യേശുവിനോട് കൂടെ ഈ അത്താഴത്തിൽ പങ്കെടുക്കുവാൻ കൂടെ വന്നിരിക്കുന്ന 12 ശിഷ്യന്മാരുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന വിഭവങ്ങൾ, അനുഭവങ്ങളുടെ വിഭവങ്ങൾ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം. ഇതാരും പറയാറില്ല, ഇത് നാം മനസ്സിലാക്കുന്നില്ല, ഇത് നാം അങ്ങ് ഒഴിച്ചു വച്ചിരിക്കുകയാണ്. ആ അനുഭവങ്ങളെ കുറച്ചുകൂടെ ഔന്നത്യമേറിയ ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് യേശു അവരുടെ കാല് കഴുകിയത്. ഇത് മനസ്സിലാക്കാതെ ഈ കാല് കഴുകൽ ശുശ്രൂഷയുടെ അർത്ഥമോ പൊരുളോ ലക്ഷ്യമോ ഉദ്ദേശമോ അല്പം പോലും മനസ്സിലാക്കാൻ സാധ്യമല്ല. അത് മനസ്സിലാക്കാത്തടത്തോളം കാലം ഇതാണ്ട് കിറുക്ക് പണിയാണ് എന്ന് മാത്രമേ നമുക്ക് തോന്നത്തുള്ളൂ. നാം ഇത് പറയാറില്ല, കാരണം അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നാം ചിന്തിക്കാറില്ല എന്നതുകൊണ്ടാണ്. ഏതാണ്ട് നിർജ്ജീവമായ അവസ്ഥയിലാണ് സക്രമം നാം കൈക്കൊള്ളുന്നത് എന്നതുകൊണ്ട്. എന്താണിങ്ങനെ? അപ്പോൾ ഇതുമായി ഇത് എന്തിനാണെന്നറിയാൻ വയ്യാത്ത പുരോഹിത ശ്രേഷ്ഠന്മാർ ഈ സംഭവത്തെ 2ആയി കീറി മുറിച്ച് അപ്പവും വീഞ്ഞുമായി മാത്രം അതിനെ ഒതുക്കി ഇതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ അനുഭവം എന്താണ്, അവരുടെ ഉള്ളിൽ എന്താണ് എന്നതിനെപ്പറ്റി അല്പം പോലും ചിന്തയില്ലാതെ ഇന്നാ പിടിച്ചു യേശുവിൻ്റെ ശരീരം, ഇന്നാ കുടിച്ചു യേശുവിൻ്റെ രക്തം എന്ന് പറഞ്ഞങ്ങ് പോവുകയാണ്. കാറ്റടിക്കുന്നത് പോലെ പോവുകയാണ്. ഇട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ട് പെട്ടെന്ന് മുട്ടയിടുന്ന കോഴിയെപ്പോലെ പുരോഹിതനിട്ട് മുട്ടയിട്ടുകൊണ്ടങ്ങ് പോവുകയാണ്. അല്ല, എന്തർത്ഥമാണുള്ളത്? നിങ്ങൾ എന്താണ് മനസ്സിലാക്കാത്തത്? അപ്പോൾ ഈ യേശു, ഞാനിപ്പോൾ സൂചിപ്പിച്ചു 2 തരത്തിലുള്ള വിഭവങ്ങൾ. ഒന്ന് ഭക്ഷിക്കാനുള്ള വിഭവങ്ങൾ, മറ്റേത് ആന്തരികമായി സ്ഥിതി ചെയ്യുന്ന ആത്മീകമായ വിഭവങ്ങൾ. ഇത് 2ഉം കൂടെ ചേരുമ്പോൾ മാത്രമേ യേശുവിൻ്റെ അന്ത്യ അത്താഴമായി തീരുകയുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം മുതൽ യേശു
തൻ്റെ ശിഷ്യന്മാരുമായിട്ടാണ് ഇത് ആചരിച്ചത്. എന്നാൽ ഇപ്പോഴോ ഇത് ആചരിക്കപ്പെടുന്നത് ഇടയനും ആടുകളും തമ്മിലാണ് എന്നത് വരുമ്പോൾ തന്നെ ഇതിൻ്റെ അർത്ഥം ഏതാണ്ട് 100% നഷ്ടപ്പെട്ടു, ഇതിൻ്റെ അനുഭവം 101% നഷ്ടപ്പെട്ടു എന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു അവസ്ഥ, ആ അവസ്ഥയിലിരിക്കുന്ന തൻ്റെ ശിഷ്യന്മാർക്ക് മാത്രമേ യേശു ഒരു അപ്പം എടുത്ത് മുറിക്കുമ്പോൾ, ഇതെൻ്റെ ശരീരമാണെന്ന് പറഞ്ഞ് മുറിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അനുഭവം, അതിൻ്റെ പൂർണ്ണ ഗാംഭീര്യത്തിൽ, അതിൻ്റെ ആത്മീകമായ അർത്ഥത്തിൻ്റെ ആഴത്തിൽ, അതിൻ്റെ ശക്തിയിൽ അനുഭവിക്കാൻ സാധ്യമാകുകയുള്ളൂ. എൻ്റെ വിചാരം, യേശു അപ്പമെടുത്ത് ഇത് എൻ്റെ ശരീരമെന്ന് പറഞ്ഞപ്പോൾ അത് അവിടെ കൂടിയിരുന്ന 12 ശിഷ്യന്മാരെയും ഒരു പ്രത്യേകമായ അനുഭവത്തിലേക്ക് പൊടുന്നനെ ഉയർത്തി കാണും. അതിനുശേഷം യേശു അത് മുറിച്ചപ്പോൾ അവിടെ ഓരോരുത്തരുടെയും ഉള്ളിൽ മുറിഞ്ഞു കാണും. സംശയമില്ല. ഞാനിത് വൈകാരികമായി സംസാരിക്കുന്നതല്ല. ഇത് പറയാൻ കാര്യം, അപ്രകാരമുള്ള ഒരു ആത്മീയമായ അനുഭവത്തിലേക്ക് യേശു നിരന്തരമായി 3-3.5 വർഷം അവരെ പരിശീലിപ്പിച്ചത് കൊണ്ട്, അവരെ ആക്കി വെച്ചത് കൊണ്ടാണ്. ഇപ്പോൾ ഞാൻ ഒരു അധ്യാപകനായി 40 വർഷം ജോലി ചെയ്തു. ഞാനൊരു ക്ലാസ്സിൽ ചെന്ന് ഒരു ടെക്സ്റ്റ് പഠിപ്പിക്കുമ്പോൾ, അതിലെ ഒരാശയം അവതരിപ്പിക്കുമ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന 25 സ്റ്റുഡൻസ്, എൻ്റെ ക്ലാസ്സിൽ 25 സ്റ്റുഡൻസേ ഉണ്ടായിരുന്നുള്ളൂ. അവരിൽ 25 പേരും 25 വിധത്തിലാണ് ഈ ആശയത്തോട് പ്രതികരിക്കുന്നതെന്ന് എനിക്കറിയാം. കാരണം ഈ 25 വ്യക്തികളുടെയും ഉള്ളിലുള്ള അവസ്ഥയുടെ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത്, യേശു അപ്പം എടുത്ത് നുറുക്കിയപ്പോൾ അത് ഈ 12 ശിഷ്യന്മാരും അനുഭവിച്ചത് ഒരു പ്രത്യേകതയിലാണ്. എന്നാൽ അതിനകത്തും ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? അതുകൊണ്ടാണ് ഇസ്കരിയോത്ത യൂദാവിനെ അതിനകത്ത് വെച്ചിരിക്കുന്നത്. അവനിത് അനുഭവിച്ചതും ബാക്കിയുള്ള 12 പേർ അനുഭവിച്ചതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അവൻ ഈ അപ്പവും വീഞ്ഞും അനുഭവിക്കുമ്പോൾ തന്നെ അതൊരു കച്ചവടച്ചരക്കായിട്ട് മാത്രമേ അവൻ അനുഭവിക്കാൻ സാധ്യമാകുകയുള്ളൂ. ഇത് നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ സക്രമെൻ്റ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതൊന്നും അറിയാൻ വയ്യാതെയാണ് ഇപ്പോൾ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന വലിയ സംഘർഷമുണ്ടല്ലോ. സീറോ മലബാർ സഭയുടെ കിഴക്കോട്ട് തിരിയണോ പടിഞ്ഞാറ് തിരിയണോ, ഈ കോമാളിത്തരം, ഇത് കോമാളിത്തരമാണെന്ന് മനസ്സിലാക്കാൻ പോലുമുള്ള വിവേചനം, ബുദ്ധിയില്ലാതെ വെറും മൃഗങ്ങളെ പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി തമ്മിൽ തലകീറുന്ന ഈ അവസ്ഥയുടെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ അല്പം ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചത്. ആന്തരികമായി മൃഗതുല്യമായ അവസ്ഥയിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ വായിലോട്ട് ഒരു അപ്പം ടക്കെന്ന് പൊട്ടിച്ച് ഇത് യേശുവിൻ്റെ ശരീരം എന്നിട്ടാൽ അവനത് എന്ത് മനസ്സിലാകുമെന്നാണ് ഈ പുരോഹിതന്മാർ പറയുന്നത്. ഇത് യേശുവിൻ്റെ രക്തം എന്ന് പറഞ്ഞ് ഒരു ചെറിയ സ്പൂണിൽ ഒരു ശകലം മുന്തിരിച്ചാർ അങ്ങോട്ട് തൂകിയാൽ അവൻ എന്ത് അനുഭവം എന്നാണ് നിങ്ങൾ പറയുന്നത്? അവൻ അതിനെ എങ്ങനെ മനസ്സിലാക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? നമ്മുടെ ഉള്ളിലിരിക്കുന്ന അവസ്ഥ അനുസരിച്ച് മാത്രമേ നാം ഓരോ അനുഭവങ്ങളും മനസ്സിലാകുകയുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, വിവാഹ ജീവിതത്തിൽ നരകതുല്യമായ യാതന അനുഭവിക്കുന്ന ഒരു വ്യക്തി ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. ആ സ്ത്രീയുടെ കൂട്ടുകാരി, കോളേജിൽ പണ്ട് പഠിച്ച സഹപാഠിയുടെ വിവാഹമാണ്. അപ്പോൾ വരനും വധുവും. അപ്പോൾ അവിടെ കഴുത്തിൽ വരൻ ഈ മംഗല്യം കെട്ടുമ്പോൾ അവിടെ മനസ്സ് പൊടിയത്തില്ലേ? എന്നാൽ അവിടെ ഇരിക്കുന്ന മറ്റാളുകൾ അത് സന്തോഷം, അവളുടെ മനസ്സ് പൊടിയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഉള്ളിലെ അവസ്ഥ എന്നതിനനുസരിച്ച് മാത്രമാണ് നമുക്ക് ബാഹ്യമായി സംഭവിക്കുന്ന എന്തിനേയും നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു പുരോഹിതൻ ഈ അപ്പത്തെയും വീഞ്ഞിനെയും എടുത്ത് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അനുസരിച്ച് ഒന്നിൽ വായിക്കുന്നു, അല്ല കാണപ്പാഠം പറഞ്ഞു. അതുകൊണ്ട്
ഈ അപ്പവും വീഞ്ഞും യേശുവിൻ്റെ ശരീരമാകുന്നു, രക്തമാകുന്നു എന്ന് പറയുന്നത് ലോകത്തിലേക്കും വലിയ മണ്ടത്തരമാണ്. യാഥാർത്ഥ്യബോധം തൊട്ട് തേച്ചിട്ടുള്ളൊരു വ്യക്തി അത് പറയുകയില്ല. ജീവിത യാഥാർത്ഥ്യങ്ങളോട് അല്പമെങ്കിലും കരുതലോ അതിനെന്തെങ്കിലും വില കൽപ്പിക്കുന്ന ഒരു വ്യക്തിയും അത് വിശ്വസിക്കുകയുമില്ല. ഇതൊരു ഒന്നാന്തരം തമാശയാണ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ ജോക്ക്. പക്ഷേ ആ സത്യം തിരിച്ചറിയാനുള്ള സ്വാതന്ത്ര്യമുള്ള ക്രിസ്ത്യാനികളില്ല. ഇതാണ് ഇന്നത്തെ പ്രശ്നം. അതുകൊണ്ട് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇതിന് യാതൊരു അർത്ഥവുമില്ലാത്ത അവസ്ഥയിൽ യാന്ത്രികമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞായറാഴ്ച വന്നാൽ ആരാധന ഒരു ഘട്ടത്തിലാകുമ്പോൾ വിശ്വാസി വാ വിളിക്കണം. ആ വായിലകത്തോട്ട് എന്തെങ്കിലും വന്ന് വീഴും. അല്പം ഉണങ്ങിയ റൊട്ടി കഷ്ണവും ശകലം മുന്തിരിച്ചാറും വന്ന് വീഴും. പിന്നെ വായ അടച്ചുകൊണ്ട് തിരിച്ചു പോകണം. പിന്നെ അടുത്ത ആഴ്ച ആവർത്തിക്കണം. ഇതിനപ്പുറത്ത് എന്താണ് ആളുകൾ അനുഭവിക്കുന്നതെന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ദയവായി എനിക്ക് താല്പര്യമുണ്ട്. യേശു എത്രമാത്രം കരുതലോടുകൂടെയാണ് 3-3.5 വർഷത്തെ അധ്വാനത്തിൻ്റെ ഉച്ചകോടിയിലെ അനുഭവമായിട്ടാണ് യേശു ഇത് വിഭാവന ചെയ്യുന്നത്. അതും പോരാഞ്ഞിട്ട് ഈ പ്രത്യേകമായ ഒരു ശുശ്രൂഷ, കാല് കഴുകൽ ശുശ്രൂഷ, അതൊക്കെ എന്തിനാണ്? അത് സക്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാഞ്ഞിട്ടാണോ, അത് മനസ്സിലാക്കാനുള്ള വൈമനസ്യം കൊണ്ടാണോ, അങ്ങനെ ആചരിക്കാനുള്ള പ്രയാസം കൊണ്ടാണോ? അത് മുഴുവൻ എടുത്ത് വലിച്ചു കളഞ്ഞിട്ട് ഈ ഒരു ഉണക്ക കഷ്ണം എന്നാ പിടിച്ചു, എന്നാ ഒരു ശകലം 2 തുള്ളി വീഞ്ഞ് എന്നാ പിടിച്ചു, അതാണ് യേശു എന്ന് പറയുന്ന അത് പറയണമെങ്കിൽ ആത്മീയമായി അല്പം പോലും ബോധമില്ലാത്ത മൃഗതുല്യമായ അവസ്ഥയിൽ മാത്രമേ ഇങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, യേശു ഒരിക്കലും ഇത് ആവർത്തിച്ചിട്ടില്ല. തൻ്റെ ഇഹലോകവാസത്തെ ആദ്യത്തേതും അവസാനത്തേതുമായ, ഞാൻ പറഞ്ഞതുപോലെ ഉച്ചകോടി അനുഭവമാണിത്. നിങ്ങളിതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞിട്ടില്ല എന്നൊക്കെ നിങ്ങൾ ചോദിച്ചാൽ, നിങ്ങൾ 4 സുവിശേഷം വായിച്ചാൽ 4 സുവിശേഷത്തിൽ 1-ൽ മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. മറ്റു 3 സുവിശേഷത്തിലും അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ അത് കൊണ്ടുവന്നത്, കൂടുതൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന പൗലോസ് അപ്പോസ്തലനാണ്. ഞാൻ ആ ഭാഗം കൂടുതലായി വിശദീകരിക്കുന്നില്ല. ഇത് ആചരിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന അർത്ഥത്തിലല്ല അല്ല 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 യേശു ഇത് നിർവഹിച്ചത്. ഇതങ്ങനെ ആവർത്തിക്കാവുന്ന ഒരു കാര്യവുമല്ല. ഇത് ആവർത്തിച്ചാൽ ഇതിനെ അലങ്കോലപ്പെടുത്തും, ഇതിൻ്റെ അർത്ഥത്തെ നിങ്ങൾ അപമാനിക്കും. അർത്ഥശൂന്യമായ ഒരു യാന്ത്രിക ആവർത്തനമായി, യാന്ത്രികമായ പ്രക്രിയയായി ഇത് അധപ്പതിപ്പിക്കപ്പെടും. അങ്ങനെ മാത്രമാണ് ഇപ്പോൾ അത് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ പാപ്പരത്വം നീക്കാൻ വേണ്ടിയാണ് തെക്കോട്ട് തിരിയണോ, വടക്കോട്ട് തിരിയണോ, കിഴക്കോട്ട് നോക്കണോ, പടിഞ്ഞാറോട്ട് തിരിയണോ എന്നും പറഞ്ഞ് കോലാഹലം ഉണ്ടാക്കുന്നത്. ഇത് നികൃഷ്ടമാണ്. എന്നാൽ അത് മാത്രമല്ല, യാന്ത്രികമായി ഈ അനുഭവത്തിൻ്റെ 4 അയലത്ത് വരാൻ കൂട്ടാക്കാതെ ഇതെന്താണ്, യേശു വിഭാവന ചെയ്ത വ്യക്തിത്വം എന്താണ്, ആ വ്യക്തിത്വത്തോട് ഈ മഹനീയമായ പ്രക്രിയയുടെ ബന്ധം എന്താണ്, വാട്ട് ഇസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദ സ്പിരിച്വൽ പേഴ്സണാലിറ്റി ജീസസ് envisaged and this profound experience of celebrating the last meal. ഇതൊന്നും യാതൊരു വിധത്തിലും ചിന്തയില്ലാതെ ചുമ്മാതെ വാവിളിക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന അർത്ഥശൂന്യമായ ഒരു പ്രക്രിയ ഇതിനെ അധപ്പതിപ്പിച്ചത് യേശുവിനെ ക്രൂശീകരിച്ചതിനേക്കാൾ വലിയ അപരാധമാണ്, ക്രൂരതയാണ്, കാടത്തരമാണ് എന്നാണ് ഈ ഉള്ളവൻ്റെ അഭിപ്രായം. ഇനിയും സക്രമെന്ത് എന്നാൽ എന്താണ് എന്നതിനെപ്പറ്റി കൂടുതലായ വെളിപ്പെടുത്തൽ അടുത്ത വീഡിയോയിൽ നടത്തുവാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾ ദയവായി തുടർച്ചയായി ഈ 2 വീഡിയോകൾ കാണുകയും കഴിയുമെങ്കിൽ 1-ൽ കൂടുതൽ തവണ കണ്ട് ഇതിൻ്റെ ആശയം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇത് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. അരനൂറ്റാണ്ടിൻ്റെ അന്വേഷണത്തിൻ്റെ ഫലമായി ദൈവകൃപയാൽ വെളിപ്പെട്ടു വന്ന സത്യങ്ങളാണിവ. നിങ്ങൾ ഈ വീഡിയോയിലെ ഉള്ളടക്കത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ സുവിശേഷത്തിൽ ഇതിനെപ്പറ്റിയുള്ള ഭാഗങ്ങൾ വായിച്ചാൽ ഞാൻ പറയുന്നത് അതിൻ്റെ
ആന്തരികമായ പൊരുളാണ്, ആത്മീകമായ പൊരുളാണ് എന്ന് പെട്ടെന്ന് സസന്തോഷം മനസ്സിലാക്കുവാനിടയാകും എന്നുകൂടെ ആ പ്രത്യാശ കൂടെ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട്, സമയം വൈകിയത് കൊണ്ട് മാത്രം അനേകം കാര്യങ്ങൾ ഇത് സംബന്ധമായി തന്നെ വെളിപ്പെടുത്താനുണ്ട് എങ്കിലും കൂടുതൽ ദീർഘിപ്പിക്കുന്നത് ഉചിതമല്ല എന്നതുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതിൽ ശ്രദ്ധയോടെ പങ്കെടുക്കുന്ന ഏവരോടുമുള്ള എൻ്റെ നന്ദിയും വാത്സല്യവും അറിയിച്ചുകൊള്ളു.